എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പച്ചക്കറിത്തോട്ടമൊക്കെ അത്യാവശ്യമൊക്കെ മെനയാക്കി, പക്ഷെ നമ്മുടെ പൂന്തോട്ടം ഗാർഡൻ ശരിയാക്കിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഇറങ്ങിയേക്ക് പെട്ടെന്ന് കാട് ഏതാ പുല്ല് ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി പറക്കിയെടുക്കാം. നല്ല വെയിലായിട്ട് നല്ല പൊരിയണ വെയിൽ. ഇന്നലെയൊക്കെ നല്ല മൂടലായിരുന്നു, പക്ഷേ ഇന്നലെ നല്ല മഴ പെയ്തു. രാത്രിയൊക്കെ ഓവർനൈറ്റ് മഴയായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നല്ല തെളിച്ചാട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ഈ ഗാർഡനും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ഒരു സമാധാനമായിട്ടുണ്ടോ. പശുവിനൊക്കെ വെട്ടി പുല്ല് കൊടുക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അതാ വെട്ടിയും പറക്കിയൊക്കെ ആയിട്ട് ഇതും കൂടി ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കട്ടെ. അത് പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചെടിക്കൊന്നും ഒത്തിരി പൂക്കളും റോസയൊന്നും പൂക്കാണ്ടും ഒക്കെ ആയിട്ടോ. വളവും ചെല്ലാനില്ല. വളമൊക്കെ ഞാൻ ചാണകവെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിക്കാറുണ്ട്, പക്ഷേ ഇത് പുല്ലൊന്നും, അതുകൊണ്ട് പുല്ലിനൊക്കെ നന്നായിട്ട് കയറി വരാനുള്ള വളമൊക്കെ ആയില്ലോ. പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണ്. എല്ലായിടത്തേക്കൊക്കെ നേരത്തെ ഈ വർഷം കാലാവർഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടുല്ലോ അല്ലേ. അപ്പോൾ അതിനുള്ള എല്ലാം നേരത്തെ ചെയ്ത് പറക്കി വെച്ചില്ലെങ്കിൽ മഴയായാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങത്തില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ, നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു തുണിയൊക്കെ തലയിലിട്ടേക്കണേ. ഈ ചെടി ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഭംഗിയില്ലാണ്ടായി പോകും. ചെടിയെന്ന് പറയാൻ ഒന്നും ഇല്ലാണ്ടായി, എല്ലാം അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. ഇത് നോക്കി, നമ്മുടെ റോസച്ചട്ടിയിലും നമ്മുടെ ചതുരപ്പയർ പൊന്നു കൊണ്ടുവരുന്നതാണേ. എന്ത് ചൂടാണ് ഇഷ്ടമില്ല. മഴ പെയ്തപ്പോഴത്തേക്കും ആർത്ത് പിടിച്ച്. മഴ പെയ്ത് കഴിഞ്ഞ് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ അതിൻ്റെയാണ് ഈ മാതിരി നിൽക്കണം. അവിടെ നിന്ന് മൊത്തം ഇങ്ങോട്ട് ചാടി വരുവാണേ. എല്ലാം അവിടെ ഒന്ന് ചെത്തിയിട്ട് എന്തെങ്കിലും ഒന്ന്, അവിടെ ഫുള്ള് കാട് കയറി. നമ്മുടെ റോസിന് നല്ല വെയിൽ വേണ്ടേ. മേളിൽ നിന്നുള്ള ചോല വരുമ്പോഴത്തേക്കും ചാഞ്ഞ് വെയിലുള്ള ഇടത്തിലേക്ക് പോകണയാണ്. ഇതൊന്ന് നിവർത്തി ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അത് കാലിയായിരുന്നു. ഇത് നല്ല മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് നല്ല വളമുള്ള അത് ഇച്ചിരി ഞാൻ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്ത് വലിയ പൂവുണ്ടായിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ പൂ നോക്കി. തീരെ കുഞ്ഞത്, ഇതൊക്കെ വെട്ടിവിടണം. ആ പൂവും കൂടെ കഴിഞ്ഞിട്ട് കുറ്റിയായിട്ട് നിൽക്കാൻ പാകത്തിനെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പൂ ഉണ്ടായി കഴിഞ്ഞാൽ വെട്ടിവിട്ട കുറ്റിയായിട്ട് തന്നെ നിന്നോളൂ. കയ്യൊക്കെ പൊള്ളുക. അപ്പോൾ ഇത് ഇന്ന് 2ാം ദിവസമാണ്. ഇന്നലെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തും ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നട്ടും അങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് ഏകദേശം ഈ ഒരു രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു മെനയാക്കിയിട്ടുണ്ട്. പക്ഷെ പൂവൊന്നും കാണാൻ സാധിക്കില്ല. മുണ്ടന് മുറിയായ കുറച്ച് റോസ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ ചെത്തിപ്പൂവുണ്ട്. അപ്പോൾ ഇനിയൊന്ന് ഇത്ര നാളും ഞാൻ അവഗണിച്ചിട്ടേക്കുമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ കിട്ടായത് കൊണ്ട് എല്ലാം പരാതി പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി അല്പം വളവും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പൂവൊക്കെ ചെടിയൊക്കെ നന്നായിട്ട് പൂക്കും. ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥ കേട്ടോ. പക്ഷെ അന്നേരം നമ്മുടെ പൊന്നൂന് വയ്യായിക, പൊന്നൂന് പനിയൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊന്ന് ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്കും പൊന്നു എണീറ്റ് വരും. അല്പം ക്ഷീണവും കാര്യങ്ങളും പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നട്ടു വെച്ചേക്കണേ കേട്ടോ. അതൊക്കെ അല്പം ആടിപ്പോയിട്ടുണ്ടെന്നാലും സാരമില്ല ഉണ്ടോ. എന്നാലും അല്പം ചട്ടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇട്ട് അത്യാവശ്യം ഒന്ന് മെനയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മുടെ ഈ മേൽഭാഗം കിടക്കണ കണ്ടാൽ അതും കൂടെ ഒന്ന് ഒരുക്കണം. നമ്മുടെ അവിടെ ഒരു ഏല നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഒരുക്കി പറക്കി എല്ലാം ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.